1967 ഒക്ടോബർ 9 ബൊളീവിയയിലെ ലാ ഹിഗ്വേര എന്ന ഗ്രാമത്തിലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 മുറി മാത്രമുള്ള സ്കൂൾ. ബൊളീവിയൻ സേനയുടെ താൽക്കാലിക ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളായിരുന്നു അത്. അവിടെ ബന്ദിയാക്കപ്പെട്ട നാഷണൽ ലിബറേഷൻ ആർമി ഓഫ് ബൊളീവിയ എന്ന ഗറില്ല സൈന്യത്തിൻ്റെ പോരാളിക്ക് മുന്നിലേക്ക് നിറതോക്കുമേന്തി മാരിയോ ടെറാൻ എന്ന പട്ടാളക്കാരൻ വന്നു നിൽക്കുന്നു. തന്നെ കൊല്ലാനാണ് അയാൾ വന്നിരിക്കുന്നതെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയ ആ വിപ്ലവകാരി ഉറച്ച സ്വരത്തിൽ അയാളോട് പറഞ്ഞു, എനിക്കറിയാം നീ എന്നെ കൊല്ലാനാണ് വന്നിരിക്കുന്നതെന്ന്. നിറയൊഴിക്കൂ ഭീരു, നീ ഒരു മനുഷ്യനെ മാത്രമാണ് കൊല്ലാൻ പോകുന്നത്. ഒന്ന് പതറിയെങ്കിലും ടെറാൻ തൻ്റെ യന്ത്രത്തോക്കുകൊണ്ട് നിറയൊഴിച്ചു. കൈകളിലും കാലിലും നെഞ്ചിലും കണ്ഠനാളത്തിലും. ഒടുവിൽ വിമോചന പോരാട്ടങ്ങളുടെ നായകൻ മരണം വരിച്ചു. ആ മരണം ഒന്നിൻ്റെയും അവസാനമായിരുന്നില്ല. അയാൾ പറഞ്ഞ പോലെ ആ യന്ത്രത്തോക്കിന് ഒരു മനുഷ്യനെ മാത്രമാണ് കൊല്ലാനായത്. അയാളുടെ വിപ്ലവങ്ങളെ, ആ വിപ്ലവങ്ങളുണ്ടാക്കിയ അലയൊലികളെ ഒന്നും അവർക്ക് നശിപ്പിക്കാനായില്ല. ഇന്നും സമരങ്ങളിൽ, വിപ്ലവങ്ങളിൽ, കമ്മ്യൂണിസത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിലെല്ലാം അയാളുടെ മുഖവും പേരും വാക്കുകളും മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നു. ഏണസ്റ്റോ ഗുവേര ഡി ലാ സെർന എന്ന ചെഗുവേര. ചെ എന്ന വാക്കിന് സ്പാനിഷ് ഭാഷയിൽ സുഹൃത്ത്, സഖാവ്, സഹോദരൻ എന്നൊക്കെയാണ് അർത്ഥം. അർജന്റീനയിൽ ജനിച്ച് മെഡിസിൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ചെ ഡോക്ടർ എന്ന സുരക്ഷയുള്ള പ്രൊഫഷന് പകരം തിരഞ്ഞെടുത്തത് വിമോചന പോരാട്ടങ്ങളുടെ വഴിയായിരുന്നു. കുട്ടിക്കാലത്ത് പുസ്തകങ്ങളും പിൽക്കാലത്ത് യാത്രകളും തൊഴിലാളികളുടെ പട്ടിണിയും ദുരിതവും കർഷകർക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങളും എല്ലാം അടങ്ങുന്ന അടിസ്ഥാന വിഭാഗം ജനങ്ങളുടെ ജീവിതത്തിൻ്റെ നേർചിത്രം ചെഗുവേരയ്ക്ക് മുൻപിൽ തുറന്നുകാട്ടി. 1953 ഗ്വാട്ടിമാലയിൽ വെച്ചാണ് അറിയപ്പെടുന്ന പെറൂവിയൻ സാമ്പത്തിക വിദഗ്ധയായിരുന്ന പിൽക്കാലത്ത് ചേയുടെ ജീവിത പങ്കാളിയായ ഹിൽഡ ഗദിയ അക്കോസ്റ്റയെ പരിചയപ്പെടുന്നത്. ഹിൽഡ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. ഹിൽഡ വഴിയാണ് ഫിഡൽ കാസ്ട്രോയുമായുള്ള അടുത്ത ബന്ധമുള്ള ചിലരെ ചെഗുവേര പരിചയപ്പെടുന്നത്. അപ്പോഴേക്കും തൻ്റെ വഴി വിപ്ലവമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഗ്വാട്ടിമാലയിൽ വിപ്ലവ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ചെ പിന്നീട് മെക്സിക്കോയിലെത്തി. റൗൾ കാസ്ട്രോ വഴി ഫിഡൽ കാസ്ട്രോയെ പരിചയപ്പെട്ടു. ലോകം മാറ്റിമറിക്കാൻ പോകുന്ന വിപ്ലവകരമായ സൗഹൃദം എന്നാണ് ഇരുവരുടെയും ജീവചരിത്രം എഴുതിയ സൈമൺ റെഡ് ഹെൻറി ഈ കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചത്. 1956 ഫിഡൽ കാസ്ട്രോയുടെ വിപ്ലവ കൂട്ടായ്മയായ ജൂലൈ 26 മൂവ്മെന്റ് എന്ന മുന്നേറ്റ സേനയിൽ ചേർന്ന ചെ ക്യൂബൻ വിമോചന പോരാട്ടത്തിന്റെ ഭാഗമായി. ക്യൂബയിൽ അമേരിക്ക സൃഷ്ടിച്ച ഏകാധിപതിയായ ഫുൾജെൻസിയോ ബാറ്റിസ്റ്റയെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയുകയായിരുന്നു ഫിഡലിന്റെ ലക്ഷ്യം. അമേരിക്ക ലോകത്താകമാനം പാവ സർക്കാരുകളെ സൃഷ്ടിച്ചു വരുന്ന ഒരു സമയമായിരുന്നു അത്. ക്യൂബയിലും ബാറ്റിസ്റ്റയിലൂടെ അമേരിക്കയാണ് ഭരണം നടത്തിയിരുന്നത്. ഇതിനെതിരെ പൊരുതാനായി ഗ്രാൻമ എന്ന പായ്ക്കപ്പലിലാണ് ഫിഡൽ കാസ്ട്രോയും ചെഗുവേരയും അടങ്ങുന്ന 82 വിപ്ലവകാരികൾ മെക്സിക്കോയിൽ നിന്ന് ക്യൂബയിലേക്ക് യാത്ര തിരിക്കുന്നത്. എന്നാൽ 1956 ഡിസംബർ 2 ക്യൂബയിൽ കപ്പലിറങ്ങിയ സംഘം ബാറ്റിസ്റ്റയുടെ പട്ടാളത്താൽ ആക്രമിക്കപ്പെട്ടു. വിപ്ലവകാരികൾ കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്തു. പിടിക്കപ്പെട്ടവരെ പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ആ സംഘത്തിലെ കുറച്ചുപേർ മാത്രമാണ് ജീവനോടെ അവശേഷിച്ചത്. ഇവർ സിയറ മൈസ്ത്ര മലനിരകളിൽ തമ്പടിച്ച് പോരാട്ടം തുടർന്നു. ബാക്കിയായ ഈ സംഘം 200 പേരിലേക്ക് വളർന്നു. 3 വർഷത്തോളം നീണ്ടുനിന്ന ഗറില്ല പോരാട്ടം ഒടുവിൽ ഫലം കണ്ടു. 1959 ജനുവരി 1 ബാറ്റിസ്റ്റ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് വിമാനമാർഗം കടന്നുകളഞ്ഞു. ക്യൂബൻ വിപ്ലവം വിജയിച്ചു. ക്യൂബൻ വിപ്ലവ വിജയത്തിനു ശേഷം പുതിയ സർക്കാരിൻ്റെ ഭാഗമായിരുന്നു ചെഗുവേര. വിപ്ലവാനന്തര ക്യൂബ കെട്ടിപ്പടുക്കുന്നതിൽ, അതിൻ്റെ സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കുന്നതിൽ ചെഗുവേര നേതൃപരമായ പങ്ക് വഹിച്ചു. ക്യൂബയ്ക്ക് ലോകവ്യാപക സ്വീകാര്യത നൽകുന്നതിന് ചെഗുവേരയുടെ വിദേശ സന്ദർശനങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1964 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് ചെഗുവേര നടത്തിയ പ്രസംഗം ചരിത്രമാണ്. വിവിധ രാജ്യങ്ങളിൽ അമേരിക്ക നടത്തുന്ന സൈനിക ഇടപെടലുകൾക്കെതിരെ അതിരൂക്ഷ വിമർശനമായിരുന്നു ആ പ്രസംഗത്തിൽ ഉന്നയിച്ചത്.
ക്യൂബയിൽ നടത്തിവരുന്ന വ്യാവസായിക നവോത്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു ചെഗുവേര. എന്നാൽ അധികാര കസേരയിൽ അമർന്നിരിക്കാൻ ചെഗുവേരയ്ക്ക് ആകുമായിരുന്നില്ല. രാജ്യാതിർത്തി പിന്നിട്ട് സാർവലോക ക്ഷേമത്തിനായി വിപ്ലവം നയിക്കാൻ ചെ വീണ്ടും പുറപ്പെട്ടു. 1965 കോങ്കോയിൽ നടന്നു വന്നിരുന്ന സമരങ്ങളിൽ പങ്കെടുക്കാനും തൻ്റെ പരിചയ സമ്പത്ത് അവിടുത്തെ പോരാളികൾക്ക് പകർന്നു നൽകാനുമായി അദ്ദേഹം ആഫ്രിക്കയിലെ കോങ്കോയിലേക്ക് പോയി. എന്നാൽ അവിടെ പരാജയമാണ് ഉണ്ടായത്. 1966 അവസാനത്തിലാണ് ബൊളീവിയയിൽ വിപ്ലവം നയിക്കാനായി ചെ ആ മണ്ണിലെത്തുന്നത്. ഏതാണ്ട് 50 പേരടങ്ങുന്ന ഒരു ചെറിയ സൈന്യമായിരുന്നു ചെഗുവേരയ്ക്ക് അവിടെ ഉണ്ടായിരുന്നത്. തുടക്കം മുതൽ തന്നെ ദൗത്യം വിഷമമേറിയതായിരുന്നു. ബൊളീവിയയിൽ തൻ്റെ സേനയിൽ ചേരാൻ പ്രദേശവാസികളെയും അദ്ദേഹത്തിന് കിട്ടിയില്ല. കൂടാതെ ബൊളീവിയൻ സൈന്യത്തിന് അമേരിക്കയുടെ വലിയ സഹായവും ഉണ്ടായിരുന്നു. ഫെലിക്സ് റോഡ്രിഗസ് എന്ന സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി ഉദ്യോഗസ്ഥനായിരുന്നു ചെഗുവേരയെ പിടിക്കാനുള്ള സൈന്യത്തിൻ്റെ ചുമതല. 1967 ഒക്ടോബർ 7 ഒരൊറ്റുകാരൻ ബൊളീവിയൻ സേനയ്ക്ക് ചെയുടെ ഒളിത്താവളം കാട്ടിക്കൊടുക്കുന്നത്. പിന്നാലെ ഒക്ടോബർ 8 ഏതാണ്ട് 1000 മുകളിൽ വരുന്ന പട്ടാളം ഈ ഒളിസങ്കേതം വളയുന്നു. ഇത് മനസ്സിലാക്കിയ ചെയും സംഘവും പട്ടാളക്കാരുടെ കണ്ണുവെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ചെങ്കിലും അതിനവർക്ക് സാധിക്കുന്നില്ല. ഒടുവിൽ ബൊളീവിയൻ പട്ടാള മേധാവി ബെർണാഡിനോ ഹുൻകായുടെ വെടിയേറ്റ് പരിക്കുപറ്റിയ ചെഗുവേരയെയാണ് പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഒക്ടോബർ 9 പ്രഭാതത്തിൽ ബൊളീവിയൻ പ്രസിഡന്റ് റെനെ ബാരൻസ്റ്റോസ് ഓറത്യൂനോ ചെഗുവേരയെ വധിക്കാൻ ഉത്തരവിട്ടു. ചെയെ വധിക്കാനുള്ള നിയോഗം മാരിയോ ടെറാൻ എന്ന പട്ടാളക്കാരൻ സ്വയം ചോദിച്ചു വാങ്ങിയതായിരുന്നു. അയാളുടെ 3 സുഹൃത്തുക്കൾ മുൻപ് ചെയുടെ ഗറില്ല സംഘവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായിരുന്നു അതിന് കാരണം. എന്നിട്ടും ടെറാന്റെ കൈകൾ വിറച്ചിരുന്നു. ഒക്ടോബർ 15 ഫിഡൽ കാസ്ട്രോ ഔദ്യോഗികമായി ചെഗുവേരയുടെ മരണം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞതിങ്ങനെയാണ്: നമ്മുടെ അടുത്ത തലമുറ എങ്ങനെയായിരിക്കണം എന്നതിനുള്ള ഉദാഹരണമാണ് ചെ. ഒരു മാതൃകാ പുരുഷനെയാണ് നാം തേടുന്നതെങ്കിൽ ഒട്ടും മടിക്കാതെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അത് ചെഗുവേരയാണ്. അയാളെ ഇല്ലാതാക്കിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങളെയോ ഗറില്ല ആശയങ്ങളെയോ ഇല്ലാതാക്കാനാവില്ല. അതെ, കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാകില്ല.